ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള കറണ്ട് എനർജി എന്താണ് എന്നുള്ളതാണ്. അപ്പം എനിക്കിതൊരു റിക്വസ്റ്റ് വന്ന വീഡിയോ ആണ്, അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യം മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടാരോട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടിരിക്കുക. നമ്മൾ കാർഡ്സ് ഷഫിൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് വളരെയധികം പോസിറ്റീവായിട്ട് വേണം തിങ്ക് ചെയ്യാനായിട്ട്. അവരുമായിട്ട് സ്പെൻഡ് ചെയ്ത സമയങ്ങളും എല്ലാം. ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷനാണ് നമ്മൾ നോക്കുന്നത്. തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള കറണ്ട് എനർജി. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. എന്താണ് ഇപ്പോൾ അവരുടെ ലൈഫിൽ നടക്കുന്ന സിറ്റുവേഷൻ? തേർഡ് പാർട്ടിയും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൻ്റെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ കറണ്ട് എനർജി എന്താണ് യൂണിവേഴ്സ്? കുറച്ചധികം കാർഡ്സ് എടുക്കുന്നുണ്ട്. നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ട് വേണം റീഡിങ് കാണാനായിട്ട്. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സിന് എനർജി നോക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അകപ്പെട്ടത് മനസ്സില്ലാ മനസ്സോടെയാണ്. അല്ലെങ്കിൽ നിങ്ങളെന്നുള്ള വ്യക്തിയെ നഷ്ടപ്പെടുത്തിയിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയ ഒരു വ്യക്തിയായിരിക്കാം. അത് ചിലപ്പോൾ ആ ഒരു വ്യക്തിയുടെ അപ്പോഴത്തെ സിറ്റുവേഷൻ കൊണ്ട് മാത്രമായിരിക്കാം. എന്തായാലും നമുക്കിവിടെ ഫസ്റ്റ് കാർഡ് 4 ഓഫ് കപ്സ് കിട്ടിയത് കൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ മനസ്സിൽ ഒട്ടും സംതൃപ്തി ഇല്ലാതെയാണ് ആ ഒരു സിറ്റുവേഷനിൽ മുന്നോട്ട് പോയത് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. കാരണം ആ ഒരു സിറ്റുവേഷനിലായപ്പോഴും ഈ ഒരു വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. അതായത് ഈ വ്യക്തി തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിരുന്നപ്പോഴും നിങ്ങളെപ്പറ്റി തന്നെയാണ് ഈ ഒരു വ്യക്തി ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ നല്ല രീതിയിൽ മിസ്സും ചെയ്തിരുന്നു. കാരണം അവർ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. പോകെ പോകെ അവർ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഒത്തുപോകാനായിട്ട് ശ്രമിച്ചിരുന്നു. ആദ്യമേ ഒക്കെ നിങ്ങളെ മിസ് ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് തേർഡ് പാർട്ടിയുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിച്ചതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. അതിൻ്റെ കാരണം നോക്കിയപ്പോൾ തേർഡ് പാർട്ടി ഈ വ്യക്തിക്ക് എന്തെങ്കിലും ഓഫർ ചെയ്തിട്ടുണ്ടാകാം, ഒരുപാട് സ്നേഹിക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ടാകാം. അപ്പം ഏത് തരത്തിലാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളെല്ലാം മറന്ന് ജീവിച്ചതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ആ ഒരു സമയത്ത് നിങ്ങളെ ഈ ഒരു വ്യക്തി പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്തു പോയ സാഹചര്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ചിലവരെ സംബന്ധിച്ച് ഈ ഒരു തേർഡ് പാർട്ടിയായി നിൽക്കുന്നത് അവരുടെ ഫാമിലി ആയിരിക്കാം. ഫാമിലിയുടെ നിർബന്ധം കൊണ്ടായിരിക്കാം ഈ വ്യക്തി മനസ്സില്ലാ മനസ്സോടെ നിങ്ങളിൽ നിന്നും അകന്നു പോയത്. മറ്റു ചിലവരെ സംബന്ധിച്ച് അത് വേറെ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പുമായിരിക്കാം. ഇവിടെ നോക്കുമ്പോൾ കാണാം തേർഡ് പാർട്ടി നല്ല രീതിയിലുള്ള എഫേർട്സ് ഇട്ടിട്ടാണ് അവരെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് കൊണ്ടുപോയത്. ആ വ്യക്തി സ്വയം അതിലേക്ക് പോയതായിട്ട് ഇവിടെ കാണുന്നില്ല. തേർഡ് പാർട്ടിയുടെ ഒരു ശ്രമം ഇതിൽ നടന്നതായിട്ട് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു. എന്തായാലും ഇപ്പോഴത്തെ ആ ഒരു കറണ്ട് സിറ്റുവേഷൻ നോക്കുമ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള മാറ്റം വന്നു തുടങ്ങി എന്നുള്ളത് വ്യക്തമായിട്ട് കാണാൻ കഴിയും. കാരണം നിങ്ങളെ തീർത്തും അവോയ്ഡ് ചെയ്ത് തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്തപ്പോൾ നിങ്ങൾ അത്രയും വിഷമിച്ചിട്ടുണ്ടായിരിക്കാം.
ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം, മാനിഫെസ്റ്റേഷനൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഈ ഒരു വ്യക്തിക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് വന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് തിരിച്ചറിവിലേക്ക് ഈ ഒരു വ്യക്തി എത്തിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഒന്നുകിൽ ഈ ഒരു വ്യക്തിയുടെ കഷ്ടകാലം പിടിച്ച സമയം അവസാനിച്ചതാകാം. കാരണം ചിലവരെ സംബന്ധിച്ച് മോശമായ സമയത്താണ് ഓരോ മോശം കൂട്ടുകെട്ടിൽ പോയി പെടുന്നത്, അല്ലെങ്കിൽ നേരായ തീരുമാനം എടുക്കാൻ സാധിക്കാത്തത്. അങ്ങനെ ഈ വ്യക്തിക്കും സമയദോഷമുള്ള ഒരു സമയം ഉണ്ടായിരുന്നു എന്നുള്ളത് കാണാനായിട്ട് കഴിയുന്നു. എന്തായാലും ഈ ഒരു വ്യക്തിയുടെ ലൈഫിലെ ആ ഒരു മോശപ്പെട്ട സമയങ്ങളെല്ലാം അവസാനിക്കുന്നതായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അവരുടെ ലൈഫിലേക്ക് ഇപ്പോൾ ഒരു വെളിച്ചം വരുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ അവർ സത്യത്തെ കാണാനായിട്ട് ശ്രമിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ അവർ എല്ലാത്തിൽ നിന്നും അകന്ന് സ്വയം തന്നെ വിലയിരുത്തുന്ന ഒരു സമയം കൂടിയാണ്. തനിക്ക് എവിടെയാണ് പാളിപ്പോയതെന്ന് ചിന്തിക്കുന്നു. ഇപ്പം എന്തായാലും ഈ വ്യക്തി അവരുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ഗോൾ എന്താണോ അതിലേക്കായിരിക്കും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഇടയിൽ വന്ന തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ എന്തൊക്കെയോ ഡിഫറൻസസ് ഉള്ള വ്യക്തികളായിട്ടാണ് കാണുന്നത്. ഒന്നുകിൽ ഏജ് ഡിഫറൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ കാസ്റ്റ്, റിലീജിയൻ ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കാം, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ആയിരിക്കാം, അങ്ങനെ എന്തുമായിരിക്കാം. എന്തായാലും അവരുടെ റിലേഷൻഷിപ്പിൻ്റെ അകത്ത് നല്ല രീതിയിലുള്ള ഒരു കുലുക്കം സംഭവിച്ചതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അത് ചിലപ്പോൾ അവർ തമ്മിലുള്ള വിശ്വാസത്തിന്റെ തകർച്ചയായിരിക്കാം. എന്തായാലും അപ്രതീക്ഷിതമായിട്ടൊരു തകർച്ചയായിരുന്നു അവരുടെ ഇടയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാകും നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ വന്ന മനമാറ്റം എന്ന് പറയുന്നത്. എന്തായാലും തേർഡ് പാർട്ടിയുടെ പ്ലാനിങ് എല്ലാം തകർന്ന ഒരു സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. തേർഡ് പാർട്ടി വിചാരിച്ചിട്ടുണ്ടാകും എന്നും ഈ വ്യക്തിയെ തേർഡ് പാർട്ടിയുടെ വലയത്തിൽ നിർത്താൻ കഴിയുമെന്നുള്ളത്. ശരിക്കും ഇവരുടെ റിലേഷൻഷിപ്പിൽ വന്ന അപ്രതീക്ഷിതമായ ഈ ഒരു തകർച്ച ഇവരുടെ റിലേഷൻഷിപ്പ് ഓൾമോസ്റ്റ് എൻഡിങ്ങിന്റെ വക്കിലേക്ക് കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ മാനസികപരമായിട്ട് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള അകൽച്ച ഇവിടെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയുമായി പഴയ അടുപ്പവും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. ചിലപ്പോൾ നിങ്ങളോട് ഈ വ്യക്തി എന്താണോ കാണിച്ചത് അത് തന്നെയാകും അവർ തേർഡ് പാർട്ടിയുടെ അടുത്ത് കാണിച്ചിരിക്കുന്നത്. എന്തായാലും തേർഡ് പാർട്ടി ഇവരെ കംപ്ലീറ്റ്ലി വിട്ടുപോയെന്ന് ഞാൻ പറയില്ല. കാരണം അവർ ഇപ്പോഴും പിടിച്ചു വെക്കാനായി ശ്രമിക്കുന്നു എന്ന എനർജിയാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. കാരണം നിങ്ങളുടെ പേഴ്സണെ അവരിലേക്ക് കൊണ്ടുവരാനായിട്ട് മാക്സിമം എഫോർട്സ് ഇടുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോഴും ഈ ഒരു വ്യക്തിയെ അവിടെ ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ട് പല മാർഗങ്ങളും ഈ വ്യക്തി ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കാം. എന്തായാലും തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തി നല്ല രീതിയിൽ അകന്നു പോയതായിട്ടാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ചിലപ്പോൾ തേർഡ് പാർട്ടി ഒരുപാട് എഫോർട്സ് ഇട്ട് ആ ഒരു പേഴ്സണെ അവിടെ പിടിച്ചു വയ്ക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയിലുള്ള വിശ്വാസം ഈ ഒരു പേഴ്സണ് നഷ്ടമായിട്ടുണ്ടായിരിക്കും. അപ്പോൾ മനസ്സില്ലാ മനസ്സോടെ ആയിരിക്കാം ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു പേഴ്സൺ തുടരുന്നതും. അതുപോലെ തന്നെ തേർഡ് പാർട്ടിയുടെ തനി നിറം നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്ന സ്റ്റേജ് കൂടിയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളുടെ വ്യക്തിയെ ഒരുപാട് സ്നേഹം കാണിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫേഴ്സ് ഒക്കെ കൊടുത്ത് അട്രാക്ട് ചെയ്തെടുത്ത സാഹചര്യമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അവരുടെ ഉദ്ദേശങ്ങളൊന്നും നടക്കാത്തത് കൊണ്ട് അവരുടെ റിയൽ ഫേസ് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്ന സ്റ്റേജ് കൂടിയാണ്. ഇപ്പോൾ അവരുടെ ഇടയിൽ ഈഗോ ക്ലാഷ് ആണ് നടക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും അത് വഴക്കിലായിരിക്കും കലാശിക്കുന്നത്. ഒട്ടും സമാധാനപൂർണമായ ഒരു അന്തരീക്ഷമല്ല ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. തേർഡ് പാർട്ടി വരച്ച വരയിൽ നിങ്ങളുടെ വ്യക്തിയെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയുടെ ഓവർ കൺട്രോളിങ് ക്യാരക്ടർ ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് കാണാനായിട്ട് കഴിയുന്നത്. നിങ്ങളുടെ വ്യക്തി എങ്ങനെയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടാൽ മതി എന്ന് ചിന്തിക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ വ്യക്തി തീർത്തും അടുത്ത ഒരു സ്റ്റേജിലാണ് ഇപ്പോഴുള്ളത്. നിങ്ങൾ തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടി ട്രൈ ചെയ്ത വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ
നിങ്ങളുടെ ആ ഒരു ശ്രമം വിജയത്തിലെത്തുന്ന ഒരു സ്റ്റേജ് കൂടിയാണിത്. എന്തായാലും അവർ തമ്മിൽ നിരന്തരമായിട്ടുള്ള കലഹം, അഭിപ്രായ വ്യത്യാസങ്ങൾ, ട്രസ്റ്റ് ഇഷ്യൂ തുടങ്ങിയ കാര്യങ്ങളാണ് നിലവിലത്തെ സാഹചര്യത്തിൽ കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തിയെ എന്തുദ്ദേശത്തിലാണോ തേർഡ് പാർട്ടിയിലേക്ക് അടുപ്പിച്ചത്, ആ ഒരു ഉദ്ദേശമെല്ലാം പാളിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് കാണാനായിട്ട് കഴിയുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയുടെ ഇന്റൻഷൻ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇൻഡിപെൻഡന്റ് എനർജിയിലേക്ക് മാറിയതായിട്ട് കാണാനായിട്ട് കഴിയുന്നു. ആദ്യമേ ഒക്കെ തേർഡ് പാർട്ടി പറയുന്നത് കേട്ട് നിങ്ങളുടെ വ്യക്തി വളരെ ഡിപ്പെൻഡൻ്റായി ആ ഒരു വ്യക്തിയുടെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർ ഒരു സിംഗിൾ എനർജിയിലേക്ക് മാറിയതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതായത് എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവർക്ക് എന്തുകൊണ്ടും മതിയായിരിക്കുന്നു എന്നുള്ള സാഹചര്യം. അപ്പം എന്തായാലും ഈ ഒരു വ്യക്തി മനസ്സില്ലാ മനസ്സോടെ ആ ഒരു സിറ്റുവേഷനിൽ പോയെങ്കിലും പോകെ അവർ ആ ഒരു സിറ്റുവേഷനിൽ ഒത്തുപോകാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അതിനുശേഷം അവർ തമ്മിൽ നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ഈ ഒരു പേഴ്സൺ ആ ഒരു പേഴ്സൻ്റെ ട്രൂ ഇൻറ്റൻഷൻ മനസ്സിലാക്കാൻ സാധിക്കുകയും ഇപ്പോൾ ആകെ ഒരു മടുത്ത സിറ്റുവേഷനാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഒരു കാലത്ത് തേർഡ് പാർട്ടിയുടെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ എനർജി വളരെ കുറഞ്ഞു വരുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണ് കുറേ തിരിച്ചറിവുകളൊക്കെ വന്നത്. അപ്പം നമുക്ക് നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു സമയം നിങ്ങളോടുള്ള തോട്ട്സ് ആൻഡ് ഫീലിങ്സും കൂടി നോക്കാം. നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടിരിക്കുക. 6 of Pentacles, Ten of Pentacles, the World, Page of Cups, Nine of Swords. അപ്പം ഇത്രയും കാർഡ്സാണ് ഞാൻ എടുക്കുന്നത്. ഇവിടെ ഫസ്റ്റ് കാർഡ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് മാറ്റം സംഭവിച്ചതായിട്ട് തന്നെയാണ് നമുക്ക് കാണുന്നത്. ഞാൻ ആദ്യമേ തേർഡ് പാർട്ടി സ്പ്രെഡിൽ പറഞ്ഞായിരുന്നു ആ ഒരു വ്യക്തിക്ക് ഒരുപാട് തിരിച്ചറിവുകൾ വന്നു എന്നുള്ളത്. അപ്പം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് എഫേർട്സ് ഇട്ട വ്യക്തികളാണ് എന്നുള്ളത് ഈ ഒരു വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം നിങ്ങൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ സമയവും എനർജിയും എല്ലാം കൊടുത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം. ഇപ്പോൾ ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നു നിങ്ങൾ എന്തുമാത്രം എഫേർട്സ് ഇട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ നിങ്ങൾ എത്രയാണോ സ്നേഹം കൊടുക്കുന്നത് അതേ അളവിൽ തന്നെ തിരിച്ചു തരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് നൽകാനും നിങ്ങളുടെ കൂടെ ലൈഫ് ലോങ് സന്തോഷത്തോടെ ജീവിക്കാനുമാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങളെന്നുള്ള വ്യക്തിയുടെ വാല്യൂ ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്ന സ്റ്റേജ് കൂടിയാണ്. അവർ നിങ്ങളെ വിട്ടിട്ട് ഏത് സാഹചര്യത്തിലേക്കാണോ പോയത് അവിടെയൊന്നും ആ ഒരു വ്യക്തിക്ക് ഒരു ശാശ്വതമായിട്ടുള്ള ആ ഒരു സന്തോഷവും സമാധാനവും ഒന്നും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല എന്നുള്ളത് ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അവരുടെ ആ ഒരു ലൈഫ് ഒരു പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ, അല്ലെ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അവരുടെ ലൈഫ് ഒരു സക്സസ്സിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ളത് ആ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നു. കാരണം നിങ്ങളുടെ കൂടെയാണ് ഒരു പൂർണ്ണതയുള്ള ഒരു ലൈഫ് ആ ഒരു പേഴ്സൺ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. അപ്പം അതാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളോട് വളരെയധികം ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരു സമയം കൂടിയാണ്. ചിലവരുടെ കേസിൽ ഈ ഒരു പേഴ്സണിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കോണ്ടാക്ട്, ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ്, ഒരു അപ്പോളജി എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടാനായിട്ടുള്ള ഒരു ചാൻസ് വളരെയധികം കാണുന്നു. കാരണം ഈ ഒരു വ്യക്തിയുടെ ആ ഒരു ചിന്തകൾ, അതായത് നിങ്ങൾ ഡേ ഡ്രീമിങ് ചെയ്യുന്നു എന്നുള്ളത് വേണമെങ്കിൽ പറയാം. എന്തായാലും ഈ ഒരു വ്യക്തിക്ക് ചെയ്ത തെറ്റുകളെക്കുറിച്ച് നല്ല രീതിയിൽ റിഗ്രറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ചെയ്ത തെറ്റുകളെല്ലാം തന്നെ ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നു. ഒരുപാട് തിരിച്ചറിവുകൾ വന്ന ഒരു വ്യക്തിയല്ലേ, അപ്പം എന്താണ് താൻ പ്രവർത്തിച്ചത് എന്നൊക്കെയുള്ള ആ ഒരു കാര്യങ്ങൾ ചിലപ്പോൾ ഈ ഒരു വ്യക്തിക്ക് രാത്രിയിൽ ഉറങ്ങാൻ പോലും സാധിക്കുന്നുണ്ടാവില്ല. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കരയുക,
നിങ്ങളുടെ ആ ഒരു മെമ്മറീസ് ഈ ഒരു പേഴ്സണെ ഒരുപാട് ഹോണ്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം അതിൻ്റേതായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടുകൾ ഈ ഒരു പേഴ്സൺ ഉണ്ടായിരിക്കാം. അപ്പം നിങ്ങളോട് കാണിച്ച ആ ഒരു വിശ്വാസ വഞ്ചന ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം കുറ്റബോധവും പശ്ചാത്താപവും ഒക്കെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ അനുഭവിക്കുന്നത്. നമുക്ക് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസും കൂടി നോക്കാം. എന്തായാലും അവരുടെ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് വളരെയധികം പോസിറ്റീവായിരുന്നു. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. 6 ഓഫ് കപ്സ് ഗൈഡൻസ് ആണ്. ഹാങ്ഡ് മാൻ, സെവൻ ഓഫ് പെൻറ്റക്കിൾസ്. ഇത്രയും കാർഡ്സാണ് എടുക്കുന്നത്. ഇവിടെ യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് നോക്കുമ്പോൾ 6 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമേ അവരുടെ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് നോക്കിയപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നു പേജ് ഓഫ് കപ്സ് നമുക്ക് കിട്ടിയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഇവിടെ വളരെയധികം കാണുന്നു. ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു റെസ്പോൺസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പം ഇവിടെ 6 ഓഫ് കപ്സ് കിട്ടിയത് കൊണ്ട് തന്നെ പാസ്റ്റിൽ നിന്ന് ഒരാൾ തിരികെ വരുന്നു എന്നുള്ളൊരു എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നു. അത് ചിലപ്പോൾ ഈ ഒരു വ്യക്തിയായിരിക്കാം തിരിച്ചു വരുന്നത്. അപ്പം യൂണിവേഴ്സ് പറയുന്നത് ഹാങ്ഡ് മാൻ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത്. നിങ്ങൾ പെട്ടെന്നൊരു ആക്ഷനിലേക്ക് നീങ്ങരുത്. നിങ്ങൾ വളരെയധികം ചിന്തിച്ചായിരിക്കണം ഓരോ സ്റ്റെപ്സും മുന്നോട്ട് വെക്കേണ്ടത്. ചിലപ്പോൾ ഈ ഒരു വ്യക്തി പെട്ടെന്ന് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ചാടിക്കയറി ഈ ഒരു പേഴ്സൻ്റെ മെസ്സേജിനാകട്ടെ കോളിനായിരിക്കട്ടെ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യരുത് എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ഒരു നിമിഷം കാര്യങ്ങളെ വിലയിരുത്തുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടായിരിക്കാം മറ്റൊരു റിലേഷൻഷിപ്പിലേക്കോ മറ്റൊരു സാഹചര്യത്തിലേക്കോ പോയത്. ചിലപ്പോൾ ആ ഒരു പേഴ്സൻ്റെ സാഹചര്യം കൊണ്ട് മാത്രമായിരിക്കാം ആ ഒരു സമയത്ത് മാറി നിൽക്കേണ്ടി വന്നത്. എങ്കിൽ പോലും പെട്ടെന്നൊരു നിമിഷം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കരുത് എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. കാര്യങ്ങളെ നല്ല രീതിയിൽ വിലയിരുത്തിയിട്ട് വേണം ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സമയം നിങ്ങൾ കാര്യങ്ങളെ വിലയിരുത്തേണ്ട ഒരു സ്റ്റേജാണ്. പെട്ടെന്നൊരു ആക്ഷനിലേക്ക് നീങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിചാരിച്ചതുപോലെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. അപ്പം വളരെ ക്ഷമയോടുകൂടി തുടരേണ്ട ഒരു സ്റ്റേജാണ് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ഗ്രോത്ത് സംഭവിക്കും. പക്ഷേ നിങ്ങൾ ഈ ഒരു സമയം തിടുക്കം കൂട്ടരുത് എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു ക്ലാരിറ്റി കിട്ടണമെന്നില്ല. അപ്പം നിങ്ങൾ സമയമെടുത്ത് നല്ല രീതിയിൽ ചിന്തിച്ചതിന് ശേഷം ആയിരിക്കണം ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ക്ലൂസും കൂടി നോക്കാം. ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്ത് വന്ന ക്ലൂസ്: ചതയം, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്, ലെറ്റർ Q, വൈറ്റ് കളർ, 2002, ചോതി നക്ഷത്രം, നമ്പർ 19, 58, അനിഴം നക്ഷത്രം, ലെറ്റർ E, 24, 1981, ഏപ്രിൽ, നമ്പർ 1, പൂരുരുട്ടാതി നക്ഷത്രം, കോഴിക്കോട്, ചെന്നൈ, മകം നക്ഷത്രം, 46, ലെറ്റർ Y, വിശാഖ നക്ഷത്രം, അശ്വതി നക്ഷത്രം, 1976, 1962, 39, ലെറ്റർ R, മാർച്ച് മന്ത്, ഇടുക്കി, പോലീസ്, 1988, നമ്പർ 3, ഡ്രൈവർ, മകയിരം നക്ഷത്രം, ചിത്തിര നക്ഷത്രം, 32, അത്ത നക്ഷത്രം, റെഡ് കളർ, 1964, പത്തനംതിട്ട, വയലറ്റ് കളർ, പൂരം നക്ഷത്രം. അപ്പം ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലോസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനായിട്ടും മറക്കരുത്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക.